നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ഇനിയും പകുതി മാസത്തോളമുണ്ട്. ആര് വരും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. എങ്കിലും കടുത്ത ഭരണവിരുദ്ധ വികാരത്തിന്റെ തണലിൽ അധികാരത്തിലേറാൻ കഴിയുമെന്നാണ് UDF വിലയിരുത്തൽ. ഇതോടെ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടി തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് അവസരമുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ ഏറ്റുമുട്ടൽ ഇല്ലാതിരിക്കുമ്പോൾ തന്നെയാണ് KCയുടെ ആഗമനം കാണിച്ച് കോൺഗ്രസിൽ ആചാരവെടികൾ മുഴങ്ങുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യ പ്രസ്താവന നടത്തിയ കണ്ണൂർ MP സുധാകരനാണ് പ്രശ്നം കത്തിച്ചു നിർത്തിയത്. ഇതോടെ മറ്റു നേതാക്കളും പ്രശ്നത്തിൽ ഇടപെട്ട് പരസ്യ പ്രസ്താവനകൾ നടത്തി. എന്നാൽ പൊടുന്നനെ KC വേണുഗോപാലിന് FB പോസ്റ്റിലൂടെ പിന്തുണ പ്രഖ്യാപിച്ച് സുധാകരൻ കടകം പറഞ്ഞു. ഇന്നലെ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ വരെ KCയെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തുന്ന ഇടം വരെ കാര്യങ്ങളെത്തി. കോൺഗ്രസിലും എതിർപ്പ് ശക്തമാണ്. കേരളത്തിലെ കോൺഗ്രസിലെ രണ്ട് മുഖങ്ങൾ ചെന്നിത്തലയും VD സതീശനുമാണ്. തെരഞ്ഞെടുപ്പ് നയിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതിലും ഈ രണ്ട് നേതാക്കൾക്കും വലിയ റോളുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KCയെ കൊണ്ടുവരാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ KCക്ക് ഒരു അയോഗ്യതയുമില്ല. ദേശീയ നേതാവെന്ന നിലയിൽ അദ്ദേഹം അതിന് അർഹനുമാണ്. എങ്കിലും ഇത്തരം ഒരു നീക്കം വന്നാൽ അത് മൂത്തതിനെ കാണിച്ച് ഇളയതിനെ കെട്ടിക്കുന്നതിന് തുല്യമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പറച്ചിൽ. തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് മുഖങ്ങൾ VD സതീശനും ചെന്നിത്തലയും മാത്രമാണ്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KCയെ മുഖ്യമന്ത്രിയാക്കുന്നതിലും അനീതിയുടെ പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കെ രമേശ് ചെന്നിത്തലക്ക് നേരിയ സൂചനകൾ പോലും നൽകാതെയാണ് പ്രതിപക്ഷ നേതൃപദവി അദ്ദേഹത്തിൽ നിന്നും എടുത്തുമാറ്റി VD സതീശന് നൽകിയത്. ഇതിൽ ചെന്നിത്തലയ്ക്കുള്ള ഖിന്നത ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KCയെ കൊണ്ടുവരികയാണെങ്കിൽ ഈ രണ്ട് നേതാക്കളോടും ഒരുപോലെ അനീതി കാട്ടിയ പ്രശ്നം നിലനിൽക്കുകയും ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയോട് മാത്രമാണെങ്കിൽ ഇക്കുറി സതീശനോടും കൂടിയാണ് അനീതി കാണിക്കുന്നത്. 2016 ഇടതു പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു VS അച്യുതാനന്ദൻ ആയിരുന്നു. എന്നാൽ LDF വന്നപ്പോൾ മുഖ്യമന്ത്രിയായത് പിണറായി വിജയനാണ്. കോൺഗ്രസിലെ നിലവിലെ അവസ്ഥ ഇതുമായാണ് ചേർത്ത് വായിക്കപ്പെടുന്നത്. UDF വന്നാൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ എന്തായാലും ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ്.